നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇറാന്റെ എണ്ണ കയറ്റുമതിയും വരുമാനവും അപ്രതീക്ഷിതമായി വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. അയൽ രാജ്യങ്ങളിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമണങ്ങളിൽ തകരുകയും തടസ്സങ്ങൾ നേരിടുകയും ചെയ്യുമ്പോൾ ഇറാന്റെ പ്രധാന പര്യവേഷണ കേന്ദ്രങ്ങൾ സുരക്ഷിതമായി തുടരുന്നതാണ് അവർക്ക് തുണയാകുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാതെ എണ്ണ നീക്കം നടത്താൻ കഴിയുന്ന ഏക പ്രധാന രാജ്യമായി ഇറാൻ മാറിയത് അന്താരാഷ്ട്ര വിപണിയിൽ അവർക്ക് വലിയ മേൽക്കൈ നൽകിയിരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നത് ഇറാന് വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിക്കൊടുത്തു. നിലവിൽ പ്രതിദിനം ശരാശരി 16 ലക്ഷം ബാരൽ എണ്ണയാണ് ഇറാൻ കയറ്റുമതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിലെത്തിയതും മുമ്പ് നൽകിയിരുന്ന വലിയ വിലക്കിഴവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചതും ഇറാന്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് ഡോളർ അധികമായി എത്തിക്കുന്നു. ഫെബ്രുവരിയിൽ പ്രതിദിനം 11.5 കോടി ഡോളർ ആയിരുന്ന ഇറാന്റെ എണ്ണ വരുമാനം മാർച്ചിൽ 13.9 കോടി ഡോളറായാണ് വർദ്ധിച്ചത്. ഗാർക്ക് ഐലൻഡ്, ജാസ്ക് ടെർമിനൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ കപ്പലുകളുടെ നീക്കം ഉപഗ്രഹ ചിത്രങ്ങൾ വഴി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. എണ്ണ വിൽപ്പനയ്ക്ക് പുറമെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്നും ട്രാൻസിറ്റ് ഫീസായി വലിയ തുക ഈടാക്കിയതും ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് കൂടുതൽ കരുത്തേകുകയാണ്. ഇറാഖ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ അയൽ രാജ്യങ്ങളുടെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഖത്തറിലെ LNG ഹബിനുണ്ടായ തകരാറുകൾ അവരുടെ ഉൽപാദനത്തെ ദീർഘകാലത്തേക്ക് ബാധിച്ചേക്കാം. എന്നാൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു എങ്കിലും പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളെ ബാധിക്കാത്തത് ഇറാന് ഈ പ്രതിസന്ധി ഘട്ടത്തിലും തുണയായി. ആഗോളതലത്തിൽ എണ്ണവില നിയന്ത്രിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം ഇറാന്റെ എണ്ണ കപ്പലുകൾക്ക് മേലുള്ള ഉപരോധത്തിൽ ഇളവ് വരുത്തിയതും അവർക്ക് അനുകൂലമായി മാറി. സൈനികമായ സമ്മർദ്ദങ്ങൾക്കിടയിലും എണ്ണ വിപണിയിലെ ഈ മുന്നേറ്റം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും സൈനിക വിഭവങ്ങൾക്കും വലിയ പിന്തുണയാണ് നൽകിയത്. വാഷിംഗ്ടൺ പ്രായോഗികമായി ഇറാന്റെ എണ്ണയ്ക്കായി അപേക്ഷിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. എന്തായാലും യുദ്ധം ഒരു തരത്തിലും ഇറാനെ ബാധിച്ചിട്ടില്ല. അതുതന്നെയാണ് വരുമാന സ്രോതസ് വർദ്ധിക്കുന്നതിലൂടെ ഇറാൻ കാണിച്ചു തരുന്നത്.